ഹലോ കുട്ടികളെ, ഇന്ന് ഞാൻ നിങ്ങളെ പഞ്ചതന്ത്രത്തിലെ മറ്റൊരു കഥ കൂടി കേൾപ്പിക്കാം. അതിന്റെ പേരാണ് അത്ഭുത മരുന്ന്. വളരെ കാലം മുൻപ് ഒരു വനത്തിൽ മുഗാംബോ എന്നൊരു സിംഹം വസിച്ചിരുന്നു. ഒരിക്കൽ മുഗാംബോ തേൻ കുടിക്കാനുള്ള അത്യാർത്തിയിൽ തേനീച്ചക്കൂട് പൊട്ടിച്ചുകൊണ്ട് ഒരബദ്ധം ചെയ്തു. അത് കാരണം തേനീച്ചകൾ അവന്റെ കണ്ണുകളിൽ കൊത്തി കണ്ണു പൊട്ടിച്ചു. മുഗാംബോയുടെ വളരെ നല്ലൊരു സുഹൃത്തായിരുന്നു ബജരംഗി എന്ന കുരങ്ങൻ. ബജരംഗിക്ക് മുഗാംബോയുടെ കണ്ണുകളുടെ കാര്യത്തിൽ വലിയ ദുഃഖമായിരുന്നു. ഒരിക്കൽ മനസ്സിൽ ഈ ദുഃഖവും പേറി അവൻ എങ്ങോ പോകുമ്പോൾ എതിരെ നിന്ന് ഗുൻഗുൻ എന്ന കുറുക്കൻ വരുന്നുണ്ടായിരുന്നു. ബജരംഗിയുടെ ദുഃഖഭരിത മുഖം കണ്ട് കുറുക്കൻ ചോദിച്ചു, ബജരംഗി ചേട്ടാ, എന്താ ഒരു വിഷമം പോലെ? ഗുൻഗുൻ, മുഗാംബോയുടെ കാര്യത്തിൽ എനിക്ക് വലിയ വിഷമം. അവന് കഴിക്കാനായി ഞാൻ കൊടുക്കുന്ന പഴങ്ങൾ കൊണ്ട് അവന്റെ വയറ് നിറയണില്ല. അവൻ ഇപ്പൊ മുൻപത്തേക്കാൾ ഏറെ മെലിഞ്ഞു പോയിരിക്കുന്നു. എങ്കിൽ അവന്റെ കണ്ണെ സുഖപ്പെടുത്താനുള്ള എന്തെങ്കിലും ഉപായം നിനക്ക് ചെയ്തുകൂടെ? മുഗാംബോയുടെ കണ്ണ് സുഖപ്പെടാൻ ഞാൻ ഒരുപാട് ഉപായങ്ങൾ ചെയ്തതാണ്. പക്ഷേ മുഗാംബോയുടെ കണ്ണുകൾ സുഖപ്പെട്ടില്ല. നീ അതൊക്കെ വിട് ബജരംഗി ചേട്ടാ. എന്നിട്ട് ഗജരാജ് ദദ്ദുവിനെ ചെന്ന് കാണ്. അദ്ദേഹത്തിന്റെ പക്കൽ തീർച്ചയായും ഇതിനെന്തെങ്കിലും പ്രതിവിധി ഉണ്ടാകും. ബജരംഗിക്ക് ഗുൻഗുൻ പറഞ്ഞത് വളരെ ഇഷ്ടപ്പെട്ടു. പിറ്റേ ദിവസം അവൻ മുഗംബോയെ ഗജരാജിന്റെ അടുത്ത് കൊണ്ടുപോയി. ഗജരാജ് മുഗംബോയുടെ കണ്ണുകൾ നന്നായി പരിശോധിച്ചിട്ട് ബജരംഗിയോട് പറഞ്ഞു, മുഗാംബോയുടെ കണ്ണുകൾ സുഖപ്പെടുത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അതിന് മാന്ത്രിക പച്ചമരുന്നുകളാണ് ആവശ്യമായി വേണ്ടത്. ഏത് പച്ചമരുന്നുകളാണ് പറഞ്ഞാട്ടെ? ഞാൻ എന്റെ ചങ്ങാതിക്ക് വേണ്ടി ഏത് പച്ചമരുന്നും കൊണ്ടുവരാൻ തയ്യാറാണ്. ആ പച്ചമരുന്ന് കൊണ്ടുവരുവാൻ നിനക്ക് പർവ്വതത്തിന്റെ അപ്പുറത്തുള്ള ഘോര വനത്തിൽ പോകേണ്ടി വരും. പക്ഷെ ഓർക്കുക, അവിടെ ഒരു ഭയങ്കരനായ രാക്ഷസൻ വസിക്കുന്നുണ്ട്. അവനാണ് ആ പച്ചമരുന്നുകൾ സംരക്ഷിക്കുന്നത്. അവൻ അത്ര എളുപ്പമൊന്നും നിനക്ക് ആ പച്ചമരുന്നുകൾ തരാൻ പോണില്ല. ആ രാക്ഷസന് ഞാൻ നോക്കിക്കോളാം. താങ്കൾ ഇത് പറഞ്ഞാട്ടെ, ആ പച്ചമരുന്ന് കാണാൻ എങ്ങനെയിരിക്കും? വെളുത്ത നിറത്തിലുള്ള കിരണങ്ങൾ ഉത്ഭവിക്കുന്ന പച്ചമരുന്ന് ചെടി കാണപ്പെട്ടാൽ മനസ്സിലാക്കിക്കോ, അതാണ് ആ മാന്ത്രിക പച്ചമരുന്ന്. ഇത് കേട്ടപ്പോൾ ബജരംഗി മുഗംബോയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, മുഗാംബോ, നീ വിഷമിക്കാതിരിക്കെ. ആ മാന്ത്രിക പച്ചമരുന്ന് ഞാൻ തീർച്ചയായും കൊണ്ടുവരാം. എനിക്ക് നിന്നിൽ പൂർണ്ണ വിശ്വാസമുണ്ട് ബജരംഗി. മുഗംബോയുടെ യാത്ര പറഞ്ഞ് ബജരംഗി ഘോര വനത്തിലേക്ക് പുറപ്പെട്ടു. വനത്തിലെത്തിയിട്ട് അവൻ അങ്ങുമിങ്ങും നോക്കിയപ്പോൾ വലിയ വലിയ മരങ്ങളല്ലാതെ മറ്റൊന്നും അവൻ അവിടെ കണ്ടില്ല. ഗജരാജ് പറഞ്ഞിരുന്നല്ലോ വനത്തിലൊരു ഭയങ്കര രാക്ഷസം വസിക്കുന്നുണ്ടെന്ന്. പക്ഷെ ഇവിടെ എങ്ങും ആരുമില്ലല്ലോ. അയാൾ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ ഒരു ഭയാനക രാക്ഷസൻ അവന്റെ മുൻപിൽ വന്ന് നിലയുറപ്പിച്ചു. രാക്ഷസന്റെ കണ്ണുകൾക്ക് ചുവപ്പ് നിറമായിരുന്നു. അവൻ നീണ്ട 2 പല്ലുകളും ശിരസിൽ 2 വലിയ കൊമ്പുകളും ഉണ്ടായിരുന്നു. രാക്ഷസൻ ശരിക്കും വളരെ ഭീകരനായിരുന്നു. ആരാണ് നീ? എന്തിനാണ് ഇവിടെ വന്നത്? ഞാൻ ബജരംഗിയാണ്. ഞാനിവിടെ. പെട്ടെന്ന് നിർത്തിയിട്ട് ബജരംഗി ആലോചിക്കാൻ തുടങ്ങി. ദത്ത് പറഞ്ഞത് ഈ രാക്ഷസൻ അത്ര എളുപ്പത്തിൽ ആ മാന്ത്രിക പച്ചമരുന്ന് തരാൻ പോണില്ലെന്നല്ലേ? അപ്പോ അതിനായി ഞാൻ എന്തെങ്കിലും പൊടിക്കൈ ആലോചിച്ചു നോക്കും. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് അവൻ രാക്ഷസനോട് പറഞ്ഞു, ഞാൻ വേറൊരു വനത്തിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു വ്യാപാരിയാണ്. ഞാൻ നിങ്ങളുമായി ഒരു കച്ചവടം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എന്ത് കച്ചവടം? ഞാൻ ആരുമായും കച്ചവടത്തിൽ ഏർപ്പെടാറില്ല. ഞാനൊരു അല്ലറ ചില്ലറ വ്യാപാരിയൊന്നും അല്ല. എനിക്ക് ഒരു പ്രത്യേക വസ്തുവിനെ കുറിച്ച് അറിയാം. അത് നിന്നെ ഇതിനേക്കാളും ശക്തിമാനാക്കി മാറ്റിയേക്കാം. ഇതിനേക്കാളും ശക്തിമാനോ? അതെന്തൊരു സാധനമാണ്? ഞാൻ ആ വസ്തുവിനെ കുറിച്ച് തീർച്ചയായും പറയാം. ആദ്യം നീ ഇത് പറയേ, അതിനു പകരമായി നീ എനിക്ക് എന്തു തരും? ഞാൻ നിനക്ക് ഈ വനത്തിലെ സകല പഴങ്ങളും നൽകാം. പഴങ്ങളൊക്കെ എന്റെ വനത്തിലും ഉണ്ട്. ഞാൻ നിനക്ക് വേണമെങ്കിൽ ഒരുപാട് സ്വർണം തരാം. അതും എന്റെ വനത്തിലുണ്ട്. ഇത് കേട്ടപ്പോൾ രാക്ഷസൻ ചിന്തയിലാണ്ടു. ബജരംഗിക്ക് വേറെ എന്ത് കൊടുക്കാനൊക്കുമെന്ന് അവൻ ഒരു പിടിയും കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ ബജരംഗി വളരെ കൗശലത്തോടെ പറഞ്ഞു, എനിക്ക് വേറൊരിടത്തും കിട്ടാത്ത ഒരു സാധനം തന്നാട്ടെ.
അഥവാ നിന്റെ വനത്തില് അത്തരത്തിലൊന്നും ഇല്ലെങ്കിൽ എങ്കിൽ ഞാൻ പോയേക്കാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ബജരംഗി തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോൾ രാക്ഷസൻ അവനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, നില്ല്. എന്റെ വനത്തിൽ ധാരാളം അത്ഭുത പച്ചമരുന്നുകളുണ്ട്. അത് വേറെ എങ്ങും കിട്ടുകയില്ല. രാക്ഷസൻ തന്റെ വലയിൽ കുടുങ്ങിയെന്ന് ബജരംഗിക്ക് മനസ്സിലായി. സന്തോഷം ഒളിച്ചു വെച്ചുകൊണ്ട് അവൻ ആശ്ചര്യത്തോടെ ചോദിച്ചു, സത്യം? നിന്റെ വനത്തില് അത്തരം പച്ചമരുന്നുകളുണ്ടോ? ആ, അത്തരം അത്ഭുത പച്ചമരുന്നുകൾ നിനക്ക് വേറെ എവിടെയും കിട്ടുകയില്ല. എങ്കിൽ ശരി, നീ എനിക്ക് ആ പച്ചമരുന്നുകൾ തരൂ. പകരമായി ഞാൻ നിന്നോട് ആ വസ്തുവിനെ കുറിച്ച് പറയാം. നിന്നെ ഏറ്റവും ശക്തിശാലിയാക്കുന്ന വസ്തു. ശരി, നടക്ക്. രാക്ഷസൻ ബജരംഗിയെ അത്ഭുത പച്ചമരുന്നുകളുടെ അടുത്ത് കൊണ്ടുപോയി. അവിടെ ധാരാളം ഔഷധ ചെടികൾ ഉണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം വിവിധ വർണ്ണങ്ങളിലുള്ള കിരണങ്ങൾ ഉത്ഭവിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ബജരംഗിയുടെ നോട്ടം വെള്ള നിറത്തിലുള്ള കിരണങ്ങൾ ഉത്ഭവിക്കുന്ന ഒരു ചെടിയിൽ പതിഞ്ഞത്. അത് കണ്ടപാടെ ബജരംഗി അതിന്റെ നേർക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, എനിക്ക് ആ ചെടിയാണ് വേണ്ടത്. രാക്ഷസൻ മുന്നോട്ട് പോയി ആ പച്ചമരുന്ന് പറിച്ചുകൊണ്ടുവന്ന് ബജരംഗിക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇനി നീ എനിക്ക് പറഞ്ഞതാ എന്നെ കൂടുതൽ ശക്തിശാലിയാക്കുന്ന ആ വസ്തുവിനെ കുറിച്ച്. അപ്പോൾ ബജരംഗി അല്പം പിന്നിലേക്ക് മാറിയിട്ട് രാക്ഷസനോട് പറഞ്ഞു, ആ വസ്തുവിന്റെ പേരാണ് ബുദ്ധി. എന്താ? ആ, ബുദ്ധി. നിന്റെ പക്കൽ അല്പമെങ്കിലും ബുദ്ധി ഉണ്ടാവുകയാണെങ്കിൽ നീ ലോകത്തിലെ ഏറ്റവും ശക്തിശാലിയായ രാക്ഷസനായി മാറും. ബുദ്ധിയാണ് ലോകത്തിലെ ഏറ്റവും ശക്തിശാലിയായ വസ്തു. അല്ല, ബുദ്ധിയല്ല, ഞാനാണ് ഏറ്റവും ശക്തിശാലി. ഞാൻ എന്റെ ബുദ്ധി കൊണ്ട് നിന്നെ വിഡ്ഢിയാക്കി നിന്നിൽ നിന്ന് ഈ മാന്ത്രിക ചെടി വാങ്ങി. അതിനാൽ ബുദ്ധിയാണ് ലോകത്തിലെ ഏറ്റവും ശക്തിശാലിയായ വസ്തു. വാക്ക് പറഞ്ഞതനുസരിച്ച് ഞാൻ നിനക്ക് ആ വസ്തുവിനെ കുറിച്ച് പറഞ്ഞു തന്നു. അത് നിന്നെ ഇനിയും കൂടുതൽ ശക്തിശാലിയാക്കി മാറ്റും. ഇപ്പോ നമ്മുടെ കണക്ക് തുല്യമായി. ഇത് കേട്ടപ്പോൾ രാക്ഷസന് വല്ലാത്ത ദേഷ്യം വന്നു. അവൻ അലറിക്കൊണ്ട് പറഞ്ഞു, നീ എന്നെ പൊട്ടനാക്കുന്നു. നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഞാൻ നിന്റെ കയ്യിൽ പെട്ടാലല്ലേ നീ എന്നെ എന്തെങ്കിലും ചെയ്യൂ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ബജരംഗി തിരിഞ്ഞോടാൻ തുടങ്ങി. രാക്ഷസനും അലറിക്കൊണ്ട് അവന്റെ പിന്നാലെ പാഞ്ഞു. നില്ല്. എന്റെ മാന്ത്രിക ചെടി എനിക്ക് തിരിച്ചു താ. എന്നാൽ ബജരംഗി നിൽക്കാതെ ഒരു മരത്തിൽ ചാടിക്കയറി. എന്നിട്ട് ഒരു മരത്തിൽ നിന്ന് അടുത്ത മരത്തിലേക്ക് ചാടിക്കൊണ്ട് അവൻ തന്റെ വനത്തിൽ തിരിച്ചെത്തി. സ്വന്തം വനത്തിലെത്തിയ അവൻ മാന്ത്രിക ചെടി ഗജരാജ് ദദ്ദുവിനെ ഏൽപ്പിച്ചു. ഗജരാജ് ദദ്ദു ആ ചെടി കൊണ്ട് മരുന്നുണ്ടാക്കി മുഗംബോയുടെ കണ്ണിൽ പുരട്ടിയ ഉടനെ അവന്റെ കണ്ണുകൾ തീർത്തും സുഖപ്പെട്ടു. അവന് കാഴ്ച തിരിച്ചു കിട്ടി. അവൻ തന്റെ സുഹൃത്ത് ബജരംഗിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, മുഖാംബോക്ക് സന്തോഷമായി. ബജരംഗി, നീ മിടുക്കനാണ്. നിനക്ക് സ്വന്തം ബുദ്ധി കൊണ്ട് എന്തും ചെയ്യാൻ കഴിവുണ്ട്. ഇപ്രകാരം ബജരംഗി തന്റെ ബുദ്ധി കൊണ്ട് ശക്തിശാലിയായ രാക്ഷസനെ തോൽപ്പിക്കുകയും ചെയ്തു. ഒപ്പം തന്റെ സുഹൃത്ത് മുഗംബോയുടെ കണ്ണുകളും സുഖപ്പെടുത്തി. അപ്പോൾ കുട്ടികളെ, ഈ കഥയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠം ഇതാണ്: ലോകത്ത് ബുദ്ധിയാണ് ഏറ്റവും ശക്തിശാലിയായ വസ്തു. ബുദ്ധിയുള്ളവനെ ആർക്കും ഒരിക്കലും തോൽപ്പിക്കാനൊക്കെയില്ല. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അവ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ ഞങ്ങളുടെ കാർട്ടൂൺ ഷോസ് ഏറ്റവും ആദ്യം കാണുവാനായി ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്.